ചെയ്യാത്ത തെറ്റിന് ശിക്ഷിക്കപ്പെട്ടാലോ പോലീസിന്റെ പിടിയിലായാലോ ഉണ്ടാകുന്ന മനോവിഷമത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? സാധാരണക്കാരായ ഒരാൾക്കും അത് സഹിക്കാനാവില്ല. കൊല്ലം ചടയമംഗല സ്വദേശി സുരേഷിനെ കാട്ടാക്കട പോലീസ് വീട്ടിലെത്തി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് വധശ്രമ കേസ് പ്രതിയെന്ന് കരുതിയാണ്. പോലീസിന്റെ നടപടി ചോദ്യം ചെയ്തപ്പോൾ സുരേഷിനും ഭാര്യ ബിന്ദുവിനും ക്രൂരമർദ്ദനവും ഏൽക്കേണ്ടി വന്നു. പിന്നീട് ആളുമാറിയാണ് കസ്റ്റഡിയിലെടുത്തതെന്ന് ബോധ്യമായതോടെ റോഡിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. സംഭവത്തിൽ കൊല്ലം റൂറൽ SP അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊട്ടാരക്കര DYSPക്കാണ് അന്വേഷണ ചുമതല. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി വീട്ടിലെത്തിയ കാട്ടാക്കട SI മനോജിന്റെ നേതൃത്വത്തിലുള്ള സംഘം തന്നെയും ഭർത്താവിനെയും മർദ്ദിച്ചെന്നും അസഭ്യവർഷം നടത്തിയെന്നുമാണ് ഭാര്യ ബിന്ദുവിന്റെ പരാതി. മർദ്ദനത്തെ തുടർന്ന് ബോധരഹിതനായ ഭർത്താവിനെ പോലീസ് ജീപ്പിൽ ഇട്ടുകൊണ്ടുപോയി എന്നും ഇവർ പറയുന്നു. 2-3 പേര് പെട്ടെന്ന് കയറി വരികയാണ് ചെയ്തത്. ഞാൻ നോക്കിയപ്പോ ഇവിടെ അടുത്തുള്ള പയ്യന്മാരെ എനിക്ക് അറിയാവുന്നതാണ്. അവര് വന്ന് വെള്ളം ചോദിച്ചു കൊടുത്തു. പിന്നെ തടിയുടെ കച്ചവടത്തിന്റെ കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴും ആന്റോ എന്ന് പറയുന്ന പയ്യൻ പോയി ഫോൺ വിളിച്ച് പെട്ടെന്ന് തന്നെ 2-3 പേര് വരുന്ന പുറകിലോട്ട് വിലങ്ങിടിച്ച് ഇടിയാ നടക്കുന്നതാണ്. കാരണം പറയുന്നില്ല. കാരണം എന്തെന്ന് ഫോണും കൊണ്ട് ഞാൻ വന്നപ്പോൾ ഫോൺ എന്റെ കയ്യിൽ നിന്ന് അങ്ങ് പിടിച്ചു മേടിച്ച് പോലീസ് പിടിച്ചു മേടിച്ചിട്ട് പിന്നെ ചീത്ത വിളിയും തുടങ്ങി. ചീത്ത വിളിച്ച് പിന്നെ ഓടി വന്ന് അറസ്റ്റ് ചെയ്ത് അങ്ങ് പകുതി വരെ ഇടിച്ചിട്ട് പകുതി വരെ കൊണ്ടുപോയതിനു ശേഷം വീണ്ടും SI ഈ ഗുണ്ടകളും കയറി വന്ന് വീട്ടിനകത്ത് കയറി ഞാൻ ഫോണിങ് താ സാറേ എന്ന് പറഞ്ഞപ്പോ എന്നെ നെഞ്ചത്ത് കൈവച്ച് ഇടിച്ച് തള്ളിയിട്ടിട്ട് മറ്റേ പ്രതികളെന്ന് പറയുന്ന പയ്യന്മാര് ആ റോട്ടിൽ കൊണ്ടുവന്നു. അവിടെ വെച്ച് ഞാൻ ഫോണിന് ചെന്നപ്പോഴാ ഇങ്ങനെ കൈ കൊണ്ട് തള്ളിയതാ. ഞാൻ അങ്ങ് ചെന്ന് വീണപ്പോ ഇവന്മാര് കൈ കൊണ്ട് തൂക്കിയെടുത്ത് നൈറ്റിയിൽ തൂക്കിയെടുത്ത് അങ്ങ് എടുത്തിട്ട് നൈറ്റി കീറി അത് മൊത്തം പോയി. ഞാൻ നിലവിളിച്ചോണ്ട് കൂടെ ഓടുന്നുണ്ട്. അവര് ഒന്നും ചെയ്യരുത്, അടിക്കരുത് എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇനി അടിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടും വീണ്ടും ആ പയ്യന്മാര് കൂടെ പറ്റുമോ അടിക്കാനായിട്ട്. അവര് അടിച്ചിട്ട് ആ പോലീസുകാരോട് ആവുന്ന കണക്ക് ഞാൻ പറഞ്ഞു, ഇനി അടിക്കരുത്, നീ നമ്മളെ ചീത്ത വിളിക്കരുതെന്ന് പറഞ്ഞിട്ട് പോലും കേൾക്കുന്നില്ല. നീ 4 ദിവസത്തേക്കായിട്ട് നീ ഇവിടെ വന്ന് കിടക്കയില്ലേ, നിങ്ങളുടെ വീട് ഇവിടെ അല്ല, അവന്റെ വീട് തിരുവനന്തപുരമാണ്, എന്നാൽ വിളക്കുപാറയാണ് വീടെന്ന് പറഞ്ഞിട്ടും. പിന്നെ പെട്ടെന്ന് ഞാൻ വന്ന് ആധാർ എടുത്തോണ്ട് കൊടുത്തു. ആധാറും അങ്ങ് എടുത്ത് ആധാർ മേടിച്ചു വെച്ചിട്ട് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആധാറാ, ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ, എന്നാൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, അത് എന്തിയെന്ന് പറഞ്ഞ് ഇനി എല്ലാരും ഇനി കയറി വന്നിട്ട് സിം എന്തിയെ ഫോൺ എന്തിയെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് മൊത്തം തട്ടിയിട്ടിട്ട് എടുത്തോണ്ട് പോയി. വണ്ടിയിലെ ചാവി എടുത്ത് പിന്നെ ഒരു കൊടുവാള് എടുത്തിട്ട് പറയണ ഇത് മതി പ്രതിക്ക് വേണ്ടിയിട്ട്, ഈ കൊടുവാള് മതി, ഇത് വെച്ച് അവൻ വെട്ടിയിരിക്കുന്നത് എന്നും പറഞ്ഞ് എടുത്തോണ്ട് പോയി. പോലീസ് കസ്റ്റഡിയിൽ കൊണ്ടുപോയ സുരേഷിനെ പിന്നീട് വീടിന് സമീപത്തെ റോഡിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കാട്ടാക്കട സ്റ്റേഷൻ പരിധിയിലെ വധശ്രമ കേസിൽ ഉൾപ്പെട്ട ആളല്ല സുരേഷ് എന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് പോലീസ് ഇയാളെ വഴിയിൽ ഉപേക്ഷിച്ചത്. പിന്നീട് യഥാർത്ഥ പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ട് ഭാര്യ ബിന്ദു നൽകിയ പരാതിയിൽ കൊല്ലം റൂറൽ SP അന്വേഷണത്തിന് ഉത്തരവിട്ടു. കൊട്ടാരക്കര DYSPക്കാണ് അന്വേഷണ ചുമതല. റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര.